ഹായ്, വെൽക്കം ബാക്ക് ടു എഡ്യൂബ്ലിറ്റ്സ് ലേണിംഗ്. CUET എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വിജയാശംസകൾ. നാളെ 13-ാം തീയതി മുതൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില PYQയും അതുപോലെ വരാൻ സാധ്യതയുള്ള NTA പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നമുക്ക് ക്ലാസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The following states were formed after 1916. What was the correct sequence of their formation? നമ്മൾ താഴെ കുറച്ച് സ്റ്റേറ്റുകളുടെ പേര് കാണാം. ഇതിൽ ഏതാണ് ആദ്യമായിട്ട് രൂപീകരിച്ചത്, പിന്നീട് അടുത്തത് ഏതാണ്, അതിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ നോക്കൂ: ഹരിയാന, സിക്കിം, നാഗാലാൻഡ് ആൻഡ് ഗോവ. നമുക്കറിയാം ഗോവയാണ് അവസാനം രൂപീകരിക്കപ്പെട്ടത്. തീർച്ചയായും ഡി ആണ് ഇവിടെ അവസാനം വരേണ്ടത്. ഡി അവസാനം വരുന്ന 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കാം, ആദ്യം ഹരിയാനയാണോ നാഗാലാൻഡാണോ ആദ്യം? നാഗാലാൻഡാണ് ഫസ്റ്റ് വരുന്നത്, പിന്നീടാണ് ഹരിയാന വരുന്നത്, പിന്നീട് സിക്കിം, ലാസ്റ്റ് ഗോവ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ സി ഫസ്റ്റ് വരുന്നു, അടുത്തത് എ വരുന്നു, തേർഡ് ബി വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അതിൻ്റെ ഇയറുകൾ ഒന്ന് പഠിച്ചു പോവാം. ഇയർ ശ്രദ്ധിക്കാം. നാഗാലാൻഡ് ഫസ്റ്റ് ഫോം ചെയ്തത് 1963-ലാണ്. 1966-ലാണ് ഹരിയാന ഫോം ചെയ്യുന്നത്. 1987-ലാണ് ഗോവ ഫോം ചെയ്യുന്നത്. സിക്കിം ഫോം ചെയ്യുന്നത് 1975. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ദ ചെയർമാൻ ഓഫ് ദ 16th ഫൈനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ 16ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അജയ് നാരായൺ ഷാ, ശ്രീമതി ആനി ജോർ മാത്യു, പ്രദീപ് കുമാർ മൊഹന്തി, ഡോക്ടർ അരവിന്ദ് പനഗരി. ആരാണ്? ഓപ്ഷൻ ഡി ഈസ് ദ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഈസ് ദ ഫസ്റ്റ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ദ ഇന്ത്യൻ ആർമഡ് ഫോഴ്സ്? ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൻ്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അതിൽ ഫസ്റ്റ് ആരാണ്? ഇത് PYQ ആണ്. നമുക്ക് ഫീൽഡ് മാർഷൽ KM കരിയപ്പ, ജനറൽ മനോജ് മുകുന്ദ് നാരായൺ, ജനറൽ ബിപിൻ റാവത്ത്, ജനറൽ മനോജ് പാണ്ഡെ. ആരാണ് ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? അത് ബിപിൻ റാവത്ത് ആകുന്നു. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഈ എക്സാമിന് ഈ പ്രാവശ്യത്തെ അല്ലെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി തുടങ്ങിയത് തീർച്ചയായും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് നിലവിൽ ആരാണ്? ജനറൽ അനിൽ ചൗഹാനാണ് കേട്ടോ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനാണ്. പിന്നെ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ്, ആർമിയുടെ ഹെഡ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ചീഫ് ഓഫ് ദ നേവൽ സ്റ്റാഫ്, നേവിയുടെ ഹെഡ് അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി. ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. അപ്പോൾ ഈ ആളുകളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അതുപോലെ ചിലപ്പോൾ GK ചോദിക്കും, ആരാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യൻ ആർമി ചീഫ് ഓഫ് ആർമി? ദ ഫസ്റ്റ് ഇന്ത്യൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അത് ജനറൽ KM കരിയപ്പയാണ് കേട്ടോ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിട്ടുള്ളത്. ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നീരജ് ചോപ്ര ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ് ഇവൻറ്റ്? ഏത് കളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നീരജ് ചോപ്ര? റെസ്ലിംഗ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ജാവലിൻ ത്രോ. ആരാണ്? ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നീരജ് ചോപ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നബാർഡ്? നബാർഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഫുൾ ഫോം ഓഫ് നബാർഡ്. അപ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ ബാങ്ക് ഫോർ ഏഷ്യൻ റിസർച്ച് ഡെവലപ്മെൻറ്റ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതാണ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following standing committee of parliament was no member from രാജ്യസഭ? രാജ്യസഭയിൽ നിന്ന് ഒരു മെമ്പർ പോലും ഇല്ലാത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏതാണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, കമ്മിറ്റി ഓൺ ഗവൺമെൻറ് അഷുറൻസ്. ആരായിരിക്കും? വിച്ച് കമ്മിറ്റി? എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. നമുക്കറിയാം എസ്റ്റിമേറ്റ് കമ്മിറ്റി പറഞ്ഞാൽ 30 മെമ്പേഴ്സ് ഉണ്ടാവും. അതിൽ മുഴുവൻ ആളുകളും ലോക്സഭയിൽ നിന്നുള്ളവരായിരിക്കും. അപ്പോൾ പാർലമെൻറ്റിലെ ഇത്തരം കമ്മിറ്റികളെ നിങ്ങളൊന്ന് പഠിച്ചു പോകണം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, ഇത്തരം കമ്മിറ്റികളൊക്കെ പഠിച്ചു പോവുക. എസ്റ്റിമേറ്റ് കമ്മിറ്റി ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. മറ്റുള്ള കമ്മിറ്റികളൊക്കെ 22 മെമ്പേഴ്സാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
New education policy 2020 is goal to achieve 100% gross enrollment ratio GER in school education by the year. ഏത് വർഷത്തോടു കൂടിയാണ് സ്കൂളുകളിൽ 100% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ലക്ഷ്യം വെച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ളത്? ഏത് വർഷത്തിനുള്ളിൽ GER 100% ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? 2030 2030. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡേറ്റ് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ്? ഇതൊരു PYQ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഡേയ്സൊക്കെ ഒന്ന് പഠിച്ചു പോവുക. ഏതായാലും വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാണ് June 5 കേട്ടോ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷ് ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട്? HDI റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാണ്? UNDP, യുനെസ്കോ, IMF, യൂണിസെഫ്. ഏതാണ്? UNDP, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇത്തരം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. യുനെസ്കോ നമുക്കറിയാം എന്താണ്, സാംസ്കാരികമായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് UNOയുടെ. അതുപോലെ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്കുമായിട്ടുള്ള അതിൻ്റെ മോണിറ്ററിയുമായി ബന്ധപ്പെട്ട് വേൾഡ് ബാങ്ക്, IMF പ്രധാനപ്പെട്ട 2 ഓർഗനൈസേഷനാണ്. അതുപോലെ യൂണിസെഫ്, അത് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ. അപ്പോൾ തുടങ്ങിയ ഏതായാലും HDI റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ടു ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 3 ഏരിയകളുണ്ട്. അതിൽ സർവീസ് ഉണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, അഗ്രികൾച്ചർ. ഇതിൻ്റെ ഡിക്രീസിങ് ഓർഡർ, അതായത് ഏറ്റവും കൂടുതൽ ആദ്യം, പിന്നെ അതിനേക്കാൾ കുറച്ച്, പിന്നെ അതിനേക്കാൾ കുറച്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ ഏതാണ്? അത് സർവീസ് സെക്ടറിൽ നിന്നാണ്. പിന്നീട് അത് ഇൻഡസ്ട്രിയിൽ നിന്ന്, അതായത് വ്യവസായത്തിൽ നിന്നാണ്. അവസാനത്തേതാണ് അഗ്രികൾച്ചർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അഗ്രികൾച്ചർ ആയിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. പിന്നീട് ഇൻഡസ്ട്രി വന്നു, സർവീസ് വന്നു. പക്ഷേ പിന്നീട് പതിയെ സർവീസ് സെക്ടർ മുമ്പിലേക്ക് വന്നു. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ലിസ്റ്റ് വിത്ത് ലിസ്റ്റ് 1 വിത്ത് ദ 2. 2 ലിസ്റ്റുകളുണ്ട്. ഒന്ന് യുക്രൈൻ, ശ്രീലങ്ക, തുർക്കി, പോളണ്ട്. കുറച്ച് രാജ്യങ്ങളാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട സിറ്റികൾ കീവ്, വായ്സ, കൊളംബോ, അങ്കാറ, അതിൻ്റെ ക്യാപിറ്റൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, കീവ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കീവ് ഉക്രൈനുള്ള ഒരു പ്രദേശമാണ്. ശ്രീലങ്കയിലുള്ള ഒരു പ്രദേശം കൊളംബോയാണ്. തുർക്കിയിലുള്ളതാണ് അങ്കാറ. പോളണ്ടിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് വായ്സ. സോ കറക്റ്റ് ആൻസർ A1 ആണ്. ബി നോക്കൂ, B3 ആണ്. A1, B3. സി വരുന്നത് 4 ആണ്. അപ്പോൾ A1, B3, C4 ആൻഡ് D2 അല്ലേ? പോളണ്ട്, വായ്സ. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. DRDO ഹാസ് conducted the first successful flight test on the Agni 5 missile equipped with MIRV technology. What is the full form of MIRV? എന്താണ് അഗ്നി 5? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെൻറ് അതല്ലെങ്കിൽ DRDO ഒരു ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി അഗ്നി 5-ൻ്റെ. എന്താണ് അഗ്നി 5? നിങ്ങൾക്കറിയാം, ഒരേ സമയം ഒരു മിസൈലിൽ നിന്ന് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത മിസൈലുകൾ എന്ത് ചെയ്യാൻ പറ്റും? തൊടുത്തുവിടാൻ പറ്റും. സോ എന്താണ് MIRVയുടെ ഫുൾ ഫോം? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ, മിഷൻ ഇന്ത്യ ടാർഗറ്റ് റീ എൻട്രി വെഹിക്കിൾ, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടെക്നോളജി റീ എൻട്രി വെഹിക്കിൾ, മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫോർമുലകൾ അടങ്ങിയ ഒരു മിസൈലാണ് അഗ്നി 5. നിങ്ങൾ നോക്കൂ, ദ ഫ്ലൈറ്റ് ടെസ്റ്റ് നെയ്മഡ് മിഷൻ ദിവ്യാസ്ത്ര. അതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റിൻ്റെ പേരായിരുന്നു മിഷൻ ദിവ്യാസ്ത്ര. അത് നടന്ന APJ അബ്ദുൽ കലാം ഐലൻഡിൽ, ഒഡീഷയിലുള്ള APJ അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചാണ് ഇതിൻ്റെ പരീക്ഷണം നടന്നിട്ടുള്ളത്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അഗ്നി 5. നെക്സ്റ്റ് നോക്കൂ. Select the option that is true regarding the following 2 statement label assertion and reason. ഇവിടെ ഒരു അസേർഷൻ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ റീസണും കൊടുത്തിട്ടുണ്ട്. The first battle of Panipat was one of the decisive battle of India. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധങ്ങളിൽപ്പെട്ടതായിരുന്നു പാനിപ്പറ്റ് ബാറ്റിൽ. നമുക്കറിയാം
പാനിപ്പത്ത് അല്ലേ, ഇന്ത്യയിലേക്ക് വിദേശികൾ വരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളൊരു ബാറ്റിലാണ്. ഇറ്റ് ബ്രോട്ട് ഇൻ ടു പവർ എ ന്യൂ ബാൻഡ് ഓഫ് ഇൻവാഡേഴ്സ് കോളഡ്. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലേക്ക് പുതിയൊരു ഇൻവാഡേഴ്സ് വന്നു, മുഗളന്മാർ. അത് ശരിയാണോ തെറ്റാണോ, അതുപോലെ അതിൻ്റെ റീസണൊക്കെ ചോദിച്ചത്. നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു ബാറ്റിൽ തന്നെയായിരുന്നു പാനിപ്പത്ത് വാർ. മാത്രമല്ല ആ പാനിപ്പത്ത് വാറിൻ്റെ ഭാഗമായിട്ട് മുഗളന്മാർ ഇന്ത്യ ഭരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സോ നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ആർ ആർ ട്രൂ, രണ്ടും ശരിയാണ്. ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എയുടെ എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കൂ. സ്റ്റേറ്റ്മെൻറ്റ് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, പക്ഷേ ആർ അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയല്ലേ? കാരണം എന്താ? മുഗൾ ഭരണത്തിന് ഇന്ത്യയിൽ സ്വാധീനമുണ്ടായത് എന്തുകൊണ്ടാണ്? ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് കാരണമാണ്. തീർച്ചയായും ആ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വോൺ ദ ടൈറ്റിൽ അറ്റ് ദ വേൾഡ് ചെസ് അർമഗഡോൺ ഏഷ്യ ആൻഡ് ഓഷ്യാനിയ ഇവൻറ്റ് ഇൻ ഏപ്രിൽ 2023? 2023 ഏപ്രിൽ നടന്ന ഏഷ്യ ഓഷ്യാനിയ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് അതിൻ്റെ ടൈറ്റിൽ നേടിയത്? ഡി ഗുഗേഷ്, പി ഹരികൃഷ്ണ, കൊനേരു ഹംപി, വിശ്വനാഥൻ ആനന്ദ്. ആരാണ്? ഡി ഗുഗേഷ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഡി ഗുഗേഷ് ആണ് അതിൽ വിൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. In which of the following cases did the Supreme Court direct that the Parliament cannot take away or abridge any of the fundamental rights for the implementation of ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിന് ഒരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യാനോ അതിനെ ടേക്ക് അവേ ചെയ്യാനോ ഒഴിവാക്കാനോ പാടില്ല എന്ന് പറഞ്ഞത് ഏത് കേസിലാണ്? മിനർവ മിൽ കേസ്, കേശവാനന്ദ ഭാരതി കേസ്, ഇന്ദിരാ സാഹ്നി കേസ്, ഗോലക്നാഥ് കേസ്. ഏതിലാണ്? ഗോലക്നാഥ് കേസിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ കേസുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്ന സമയം അതിൻ്റെ ആ ഒരു റൂളിങ്ങിലാണ് എന്ത് പറഞ്ഞത്? സുപ്രീം കോടതി അതിൻ്റെ ഏർലി ഡിസിഷൻസ്, അതായത് ഗോലക്നാഥ് കേസിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ഡേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ വിധിയെ ഓവർറൂൾ ചെയ്തത് അല്ലെ റിജക്റ്റ് ചെയ്തത് അത് കേശവാനന്ദ ഭാരതി കേസിലാണ്. 1973 വളരെ ഫേമസ് ആയിട്ടുള്ള കേശവാനന്ദ ഭാരതി റിലേറ്റഡ് ടു കേരള. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്ന ആ കേസാണ്, വളരെ ഫേമസ് ആണ്. അതിലാണ് പാർലമെൻറ്റിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റം വരുത്താം. പക്ഷേ അതിനൊരു ബേസിക് സ്ട്രക്ചറുണ്ട്, ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ. അത് സുപ്രീം കോടതി കൊണ്ടുവന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്സ് മെയ്ഡ് ദ പ്രസിഡന്റ് ബൗണ്ട് ബൈ ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ? അപ്പോൾ പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശങ്ങൾ, അഡ്വൈസ് സ്വീകരിക്കണം, അത് നിർബന്ധമാണ് എന്ന് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുമാണ്. അത് ഏത് അമെൻമെൻറ്റാണ്? 14th അമെൻമെൻറ്റ്, 46th അമെൻമെൻറ്റ്, 48th അമെൻമെൻറ്റ്, 42 അല്ലേ 42nd അമെൻമെൻറ്റ്? ഏതാണ്? 42nd അമെൻമെൻറ്റ് ആണ്. ഈ 42nd അമെൻമെൻറ്റ് എല്ലാവരും പഠിച്ചു വെക്കണം. കാരണം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വരെ അറിയപ്പെട്ടിരുന്നതാണ് 42nd അമെൻമെൻറ്റ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയ അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു അമെൻമെൻ്റ് ആയിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഈ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് 42nd അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് പാർലമെൻറ്റ് അതല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ ബിഫോർ ദ ഗ്രീൻ റവല്യൂഷൻ? ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ ആയിരുന്നു ഹരിത വിപ്ലവം. MS സ്വാമിനാഥൻ്റെ കീഴിൽ നടന്ന ഹരിത വിപ്ലവത്തിൻ്റെ മുമ്പ് എന്തായിരുന്നു അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ സ്റ്റാറ്റസ്? യൂസ് ഓഫ് ഓൾഡ് ടെക്നോളജി ആൻഡ് ദ ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. പഴയ രീതിയിലുള്ള ടെക്നോളജി യൂസ് ചെയ്തു, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അതിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി, നല്ല അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിരുന്നു, ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നു. യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ഡിപ്പെൻഡൻസി ഓൺ ദ റെയിൻഫാൾ.
നല്ല അഡ്വാൻസ് ടെക്നോളജി ഉണ്ടായിരുന്നു. റെയിൻഫാളിലായിരുന്നു നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. യൂസ് ഓഫ് ട്രഡീഷണൽ ടെക്നോളജി ആൻഡ് ദ അബണ്ടൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ട്രഡീഷണൽ ടെക്നോളജി ആയിരുന്നു, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ അബണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്കറിയാം ഹരിത വിപ്ലവത്തിന് മുമ്പ് ഇന്ത്യയുടെ ടെക്നോളജി വളരെ മോശമായിരുന്നു. മാത്രമല്ല റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഉണ്ടായില്ല. പിന്നീടാണ് മാറ്റം വന്നത്. ഏതായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ? നോക്കൂ, ഉത്തരം ഏതാണ്? ഓപ്ഷൻ 1, യൂസ് ഓഫ് ഓൾഡ് ടെക്നോളജി ആൻഡ് ദ ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഓപ്ഷനായിട്ട് വരുന്നത് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു എമോങ് ദ ഫോളോവിങ് വാസ് ദ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ, ഹോം അഫയേഴ്സിൻ്റെ ചുമതലയുള്ള വ്യക്തി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, ഹുമയൂൺ കബീർ, മൗലാന അബുൽ കലാം ആസാദ് ആൻഡ് ബൽദേവ് സിംഗ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഉപപ്രധാനമന്ത്രി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൂടിയായിരുന്നു. മാത്രമല്ല അന്നത്തെ പ്രശസ്തനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു എമോങ് ദ ഫോളോവിങ് വാസ് ദ ഫസ്റ്റ് നമ്മളത് നേരത്തെ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മധുര വാസ് ദ സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? അവിടെ ഏത് ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റലാണ് മധുര? ഗുപ്ത ഡൈനാസ്റ്റി, മൗര്യ ഡൈനാസ്റ്റി, കുഷാന ഡൈനാസ്റ്റി, മൗഗ്രി ഡൈനാസ്റ്റി. അപ്പോൾ ഇതിൽ പ്രശസ്തമായ 3 ഡൈനാസ്റ്റി നമുക്കറിയാം. അതിൽ ഈ സെക്കൻഡ് ക്യാപിറ്റലായിട്ട് വന്നത്, മധുര സെക്കൻഡ് ക്യാപിറ്റലായി വന്നിട്ടുള്ളത് അത് കുഷാന ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ക്യാപിറ്റലാണ്. അവർ AD 1 മുതൽ 3 വരെ, അതായത് കോമൺ ഇറ 1 മുതൽ 3 വരെ ഭരണം നടത്തിയ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുപ്ത ആൻഡ് മൗര്യ ഡൈനാസ്റ്റി, ഇവരുടെ ക്യാപിറ്റലായിട്ട് നമുക്കറിയാം പാടലിപുത്രയായിരുന്നു. പാടലിപുത്ര പ്രശസ്തമായ. പിന്നെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഭാരത് മാല പ്രൊജക്റ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കംസ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിങ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ? പല മിനിസ്ട്രീസിന് കീഴിൽ പല പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഭാരത് മാല പ്രൊജക്റ്റ് നടപ്പാക്കുന്ന മിനിസ്ട്രി ഏതാണ് ക്വസ്റ്റ്യൻ? അത് മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഏതാണ് കറക്റ്റ് ആൻസർ? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.